കേവലം 2 കിലോ വിത്ത് കൊണ്ട് ഒരേക്കറോളം സ്ഥലത്ത് നട്ട് കൊയ്തെടുത്ത അനുഭവം തൃപ്രങ്ങോട് പഞ്ചായത്തിലെ പെരുന്തല്ലൂർ പാടശേഖരത്തിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ചു. തവനൂരിലെ കാർഷിക സർവകലാശാല ഇൻസ്ട്രക്ഷണൽ ഫാം മേധാവി ഡോക്ടർ അബ്ദുൽ ജബ്ബാറിന്റെ സാങ്കേതിക സഹായത്തോടെ തൃപ്രങ്ങോട് സർവീസ് സഹകരണ ബാങ്കിന്റെ പിന്തുണയിൽ കർഷകനും ഡയറക്ടറുമായ ഭരതനാണ് ഈ നെൽകൃഷി വിജയകരമായി പൂർത്തിയാക്കിയത്. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ അക്ഷയ എന്ന നെല്ലിനമാണ് ഇരട്ട വരി രീതി ഉപയോഗിച്ച് നട്ടത്. പ്ലാസ്റ്റിക് ഷീറ്റിൽ വിത്ത് വിതച്ച് 10ാം ദിവസമായപ്പോൾ ഓരോ ഞാറ് പറിച്ചു നട്ടു. ഓരോ ജോഡി വരികൾക്കിടയിലും 35 സെന്റിമീറ്റർ അകലം കൊടുത്തു. വിത്തിന്റെ ലഭ്യത കുറയുന്ന സാഹചര്യത്തിൽ കുറഞ്ഞ വിത്ത് കൊണ്ട് കൂടുതൽ വിസ്തൃതി കൃഷി ചെയ്യാൻ ഈ രീതി കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നു. ഏതു നെല്ലും ഈ രീതിയിൽ കൃഷി ചെയ്യാം. മൂപ്പ് കൂടിയ പൊന്മണി കൃഷി ചെയ്യുന്ന പ്രദേശമായതിനാൽ ആണ് കാലയളവ് കൂടിയ അക്ഷയ തെരഞ്ഞെടുത്തത്. പാകമാകുമ്പോൾ വീഴാത്ത നെല്ലാണ് അക്ഷയ. ഇരട്ടവരിയിൽ നട്ടാൽ പുറം വരികളിൽ കൂടുതൽ വെയിൽ കിട്ടുന്നതുകൊണ്ട് കൂടുതൽ വിളവ് കിട്ടുന്ന അതിർത്തി പ്രഭാവം ഒഴിവായി ഉള്ളിലുള്ള വരികളിലും ഒരുപോലെ വിളവ് കിട്ടും. വിവിധ ദിവസങ്ങളിലായി ഫീൽഡ് സ്കൂളുകൾ സംഘടിപ്പിച്ചു. ഡോക്ടർ അബ്ദുൽ ജബ്ബാർ പദ്ധതി വിശദീകരിച്ചു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പാടശേഖരത്തിൽ ഇപ്രാവശ്യം നെൽകൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ കണ്ടാൽ തന്നെ അറിയാം, മികച്ച വിളവാണ് എന്നുള്ളത് മാത്രമല്ല, വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് വിത്ത് ഉപയോഗിച്ച് മികച്ച കൃഷിരീതി ശാസ്ത്രീയമായ രീതിയിൽ നടപ്പാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത്രയധികം നല്ല ഒരു വിളവെടുപ്പുണ്ടായിട്ടുള്ളത്. കെ ടി ശിവദാസൻ, കെ ടി വേലായുധൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിന്ദു കെ, കൃഷി ഓഫീസർ ഫസീല ടി കെ എന്നിവർ